നടി രേവതി സമ്പത്തിനെതിരെ പരാതിയുമായി നടൻ സിദ്ദിഖ്. എന്താടാ വെള്ളം? ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണം ഉന്നയിക്കുകയാണ് എന്നും ആരോപണത്തിന് പിന്നിൽ അജണ്ട ഉണ്ട് എന്നുമാണ് സിദ്ദിഖിന്റെ പരാതി. അവരെ കുറ്റം പറഞ്ഞുകൂടാ നിർമ്മലേ. വല്ലപ്പോഴും ഒത്തുകിട്ടുന്ന ഒരു സന്ദർഭമല്ലേ, അവരത് ശരിക്കും ഉപയോഗിച്ചു. തന്റെയും അമ്മയുടെയും പേര് കളങ്കപ്പെടുത്തലാണ് രേവതി സമ്പത്തിന്റെ ലക്ഷ്യമെന്നും സിദ്ദിഖ് പരാതിയിൽ ആരോപിക്കുന്നു. എന്നെ ഒരു ചവിട്ടി എന്ന് വെച്ച് നീ വലിയ ആളായെന്ന് വിചാരിച്ച? ഇനി നമ്മൾ തമ്മിൽ പരസ്പരം പാരവപ്പൊന്നും വേണ്ട, നമുക്ക് നല്ല നിലയിൽ പോകാം. ഈ റഷ്യ അമേരിക്കൻ പോലെ ഏറ്റുമുട്ട രണ്ടു കൂട്ടരും വിവരം അറിയും. ഒരു ഘട്ടത്തിൽ പോക്സോ കേസിൽ വരെ പ്രതിയാക്കാനായി ശ്രമിച്ചു, രേവതി സമ്പത്ത് ശ്രമിച്ചു എന്നുള്ള കാര്യം പരാതിയിൽ പറയുന്നുണ്ട്. ഞാൻ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വളരെ സ്നേഹപൂർവ്വം താണുകയാണ് അപേക്ഷിക്കും. തന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് മനസ്സിലാക്ക്. ഈ രേവതി സമ്പത്തിനെതിരെ മറ്റൊരു ആരോപണം കൂടി സിദ്ദീഖ് ഉന്നയിക്കുന്നുണ്ട്. എനിക്ക് നല്ല പണി കിട്ടി ചേട്ടാ. ചന്തു, നമുക്ക് പോയിട്ട് പിന്നെ വരാം. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. ചൈനയിൽ പഠിക്കുന്ന സമയത്ത് ഒരു സഹപാഠിയുടെ നഗ്നചിത്രം പുറത്തിറക്കി എന്നുള്ള കാര്യവും അത് പ്രചരിപ്പിച്ചു എന്നുള്ള കാര്യം താൻ ഒരു ഫാഷൻ കോർഡിനേറ്റർ വരെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യവും സിദ്ദീഖ് ഈ പരാതിയിൽ പറയുന്നുണ്ട്. വ്യാജ പ്രചരണത്തിന് വേണ്ടി ചില ആളുകൾ രേവതി സമ്പത്തിനെ കൂട്ടുപിടിക്കുന്നു എന്നുള്ള കാര്യവും DGPക്ക് കൈമാറിയ പരാതിയിൽ പറയുന്നുണ്ട്. ഞാനിപ്പോ പഴയ ആളല്ലേ, ഒരുപാട് കൈപ്പിഴകൾ പറ്റിപ്പോയി, അബദ്ധങ്ങൾ ചെന്ന് ചാടി, അതെല്ലാം മറക്കുക. അമ്മ അവനെ കണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ തെക്കേ കണ്ടത്തിൽ എനിക്കുള്ള കുഴി കുത്താൻ ഇപ്പൊ തന്നെ ആളെ വിളിച്ചോളൂ. അതെനിക്ക് തലങ്കാരിയാക്ക്. നെക്സ്റ്റ് അടുത്ത ആള് വാ.